അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 8ാം ക്ലാസ്സിലെ തസ്കിയയിലെ 7ാമത്തെ പാഠം നമുക്കൊന്ന് അർത്ഥം വെക്കാം, വായിച്ച അർത്ഥം പറയാം. അൽ വഹദത്തു സാബിഅ, പാഠം യൂണിറ്റ് 7. സ്വല്ലത്ത്, അവർ നിസ്കരിച്ചു, ഫി ഖബരിഹ, അവരുടെ ഖബറിൽ, വ ഖറഅത്ത്, അവർ ഫീഹി, ആ ഖബറിൽ ഓതുകയും ചെയ്തു. അതായത് ഖബറിൽ നിസ്കരിക്കുകയും ഖബറിൽ വെച്ച് ഖുർആൻ ഓതുകയും ചെയ്ത മഹദി. അത് മരണത്തിന് മുന്നുള്ള ചരിത്രമാണ്. നഫീസത്തുൽ മിസ്രിയയുടെ ചരിത്രമാണ്, നമുക്ക് വായിക്കാം. സമയ അഹ്ലു മിസ്ര, മിസ്രിൻ്റെ അഹ്ലുകാർ കേട്ടു, ബി ഖുദൂമി സയ്യിദത്തി നഫീസത്ത റഹിമഹല്ലാഹു തആല, നഫീസ റളിയല്ലാഹു അൻഹ, ഇലാ ബിലാദിഹിം, അവരുടെ നാട്ടിലേക്ക് വരുന്നു എന്ന് ആര് കേട്ടു? മിസ്രിൻ്റെ ആളുകൾ കേട്ടു, മിസ്റുകാർ കേട്ടു എന്ന്. ബി ഖുദൂം എന്ന് വെച്ചാൽ എന്താ? വരുന്നു എന്ന്. ഫരിഹു ബിദാലിക, അപ്പോൾ അവർ അത് കാരണം സന്തോഷിച്ചു. ഫറഹൻ ശരീരൻ, ശക്തിയായി സന്തോഷിച്ചു. അപ്പോൾ അവർ ശക്തിയായി ബിദാലിക, അത് കാരണം, അവരുടെ വരവ് കാരണം. ഫഖറജു യതലഖൗനഹ, അവർ പുറപ്പെട്ടു, യതലഖൗനഹ, മഹദിയെ സ്വീകരിക്കാൻ അവർ പുറപ്പെട്ടു. ഫഖദ് കാന ലഹ ദിക്റുൻ ഷായ്, കാരണം എന്താ? ഫഖദ് കാന ലഹ, അവർക്കുണ്ടായിരുന്നു, നഫീസ റളിയല്ലാഹു അൻഹയ്ക്ക് ഉണ്ടായിരുന്നു, ദിക്റുൻ ഷായിഉൻ, എന്തുണ്ടായിരുന്നു? വ്യാപകമായ കീർത്തി ഉണ്ടായിരുന്നു. ഇൻദഹും, അവരുടെ അടുക്കൽ, മിസ്റുകാരുടെ അടുത്ത്. ബി തഖ്വാഹ, അവരുടെ ആ തഖ്വ കാരണവും, വ ഇബാദത്തിഹ, അവരുടെ ആരാധന കൊണ്ടും, വ കറാമത്തിഹ, അവരുടെ കറാമത്തും കാരണം മിസ്റുകാരുടെ അടുത്ത് അവരെപ്പറ്റി അവർക്ക് വ്യാപകമായ കീർത്തി ഉണ്ടായിരുന്നു. നഫീസത്തുൽ മിസ്രി ആരാണെന്ന് പറയുന്നത്? അസയ്യിദത്തുൻ നഫീസത്തുൽ മിസ്രിയ, ആ സയ്യിദത്ത് മഹദി നഫീസത്തുൽ മിസ്രി ആരാണ്? ബിൻതുൽ ഹസനിൽ അൻവർ, ഹസനുൽ അൻവറിൻ്റെ മകളാണ്. മിൻ നസ്ലി സയ്യിദുൽ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു, അലി റളിയല്ലാഹുവിൻ്റെ മകൻ സയ്യിദ് ഹസൻ റളിയല്ലാഹുവിൻ്റെ പരമ്പരയിൽപ്പെട്ട ഹസനുൽ അൻവറിൻ്റെ മകളാണ് ആര്? സയ്യിദത്ത് നഫീസത്തുൽ മിസ്രിയ. വുലിദത്ത്, അവർ ജനിച്ചത് ബി മക്കത്തൽ മുക്കറമ, മക്കയിലാണ്. സനത്ത ഹിജ്റ 145, ഹിജ്റ 145 പരിശുദ്ധ മക്കയിൽ മഹദി ജനിച്ചു. 145. ഇമാം ഷാഫി തങ്ങൾ 150 ജനിച്ചത്, അപ്പോൾ ഒരേ കാലക്കാരാണ് അവർ. വനശാത്ത് ബിൽ മദീനത്തി ഫിൽ ഇബാദത്തി വ സഹാദ, അവർ വളർന്നു മദീനയിൽ, ഫിൽ ഇബാദത്തി, ജനിച്ചത് മക്കയിലാണ് അല്ലേ. വനശാത്ത് ബിൽ മദീന, മദീനയിൽ അവർ വളർന്നു, ഫിൽ ഇബാദത്തി വ സഹാദത്തി, ആരാധനയിലും ഐഹിക വിരക്തിയിലുമായിട്ടാണ് അവർ മദീനയിൽ വളർന്നത്. അസ്ബഹത്ത് കുല്ല യൗമിൻ സായിമ, എല്ലാ ദിവസവും അവർ നോമ്പുകാരായി. എല്ലാ ദിവസവും അവരെന്ത് ചെയ്തു? നോമ്പ് നോറ്റു. എല്ലാ ദിവസം വെച്ചാൽ നോമ്പ് ഹറാമായ ദിവസങ്ങൾ ഒഴിവാക്കിയിട്ടാണ്. 2 പെരുന്നാളിന് പറ്റൂലല്ലോ. അപ്പോൾ ബാത്തത്ത് കുല്ല ലൈലത്തിൻ ഖായിമ, എല്ലാ രാത്രിയിലും അവർ നിസ്കരിച്ചു. ഹജ്ജത്ത് സലാസീന ഹജ്ജ, അവർ 30 ഹജ്ജ് ചെയ്തു. കാനത്ത് സയ്യിദത്ത് ഹാഫിളത്തൻ, മഹദി ഹാഫിളായിരുന്നു. തഹ്ഫുദുൽ ഖുർആന, ഖുർആൻ ഹിഫ്ലാക്കി, വ തഫ്സീറഹു, ഖുർആനും തഫ്സീറും അവർ ഹിഫ്ലാക്കിയിരുന്നു. വകാന ഖുദൂമുഹ ഇലാ മിസ്ര സനത്ത ഹിജ്റ 193 മിസ്രിലേക്ക് അവർ വന്നത് ഹിജ്റ 193 അപ്പോൾ ഹിജ്റ 145 ജനിച്ചു. ഇപ്പോൾ എത്രയിലാ? 93. അപ്പോൾ 48 വയസ്സുള്ളപ്പോഴാണ് എങ്ങോട്ട് വരുന്നത്? മിസ്രിലേക്ക് അവർ വരുന്നത്. വകാനമാഹ സൗജുഹ, അവരുടെ ഭർത്താവും കൂടെ ഉണ്ടായിരുന്നു. വകാനമാഹ, അവരുടെ കൂടെ ഉണ്ടായിരുന്നു, സൗജ, അവരുടെ ഭർത്താവ്. അപ്പോൾ കാനന്നാസ് യഅ്തൂന ഇലൈഹ, അപ്പോൾ ജനങ്ങളെല്ലാം അവരുടെ അടുക്കലേക്ക് വന്നു. മിനൽ ആഫാഖി, വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നു. യതബറകൂന ബി സിയാറത്തിഹ, യതബറകൂന, അവരെന്ത് ചെയ്യാൻ? അവരെ സന്ദർശിച്ചുകൊണ്ട് പുണ്യം നേടാൻ ജനങ്ങൾ അവരുടെ അടുക്കലേക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നു. ഹത്ത അളുമൽ അംറു, അങ്ങനെ കാര്യം ഗൗരവമായി. വ കസുറൽ ഖൽഖു അലാ ബാബിഹ, അവരുടെ വാതിൽക്കൽ ജനങ്ങൾ എന്ത് ചെയ്തു? വർദ്ധിച്ചു. ഫഅറാദത്ത് ഇന്തിഖാല ഇലൽ ഹിജാസ് എന്നല്ലേ, ഹിജാസ് എന്നാണ് കേട്ടത്. അപ്പോൾ അവർ ഹിജാസിലേക്ക് നീങ്ങാൻ ഉദ്ദേശിച്ചു, ഹിജാസിലേക്ക് നാടുവിടാൻ ഉദ്ദേശിച്ചു. ഫശഖദാലിക അലാ അഹ്ലി മിസ്ര, അത് മിസ്റുകാർക്ക് അത് പ്രയാസമായി. ഫതലബു മിൻഹ റദ്ദർ റഹീലി, അപ്പോൾ യാത്ര ഒഴിവാക്കാൻ അവർ മഹദിയോട് ആവശ്യപ്പെട്ടു. ഫസ്വാറത്ത് നഫീസത്തു ഷാക്കിയത മിൻ കസ്റത്തിൻ നാസി ഐസു ശഗലുഹ അൻ ഔറാദിഹ വൈസു ലാഫത്ത് വലാഖത്ത് ബിഹിമുദ്ദാറു. ഇബാറത്തിൽ വ്യത്യാസം അല്ലേ. അപ്പോൾ നഫീസത്തുൽ മിസ്രി എന്ത് ചെയ്തു? സസാറത്ത് ആയി, നഫീസ റളിയല്ലാഹു അൻഹ ആയി ഷാക്കിയത്തൻ, അവർ പരാതി പറഞ്ഞു. മിൻ കസ്റത്തിൻ നാസി, ജനങ്ങൾ അധികരിച്ച കാരണം. ഹൈസു ശഗലുഹ, കാരണം എന്ത് ചെയ്യുന്നു? ഹൈസു ശഗലുഹ, അവർ അവരെ ജോലിയാക്കുന്നു. അൻ ഔറാദിഹ, അവരുടെ ഔറാദിനെ തൊട്ട്, അവരുടെ
പതിവ് ആരാധന നഷ്ടപ്പെടുന്നതിനെ പറ്റിയും വൈഫു ലാഖത്ത് ബിഹിമുദ്ദാറു വീട് ഇടുക്കമാകുന്നതിനെ പറ്റിയും നഫീസ റളിയല്ലാഹു അൻഹ പരാതിപ്പെട്ടു എന്നാണ്. ലാഖത്ത് എന്നാണ് അവിടെ, ലാഖത്ത് ബിഹിമുദ്ദാറു എന്നാണ് അവിടെ, ലാഫത്ത് എന്നായി പോയിട്ടുണ്ട്. ഇനി ഇപ്പോൾ വഹബലഹൽ അമീർ മിസ്ര ദാറൻ വാസിയ, അപ്പോൾ മിസ്രിൻ്റെ അമീർ അവർക്ക് എന്ത് ചെയ്തു, ഒരു വിശാലമായൊരു വീട് നൽകി. അപ്പോൾ മിസ്രിലെ അമീർ ഒരു വിശാലമായ വീടിനെ അവർക്ക് ദാനം നൽകുകയും വായനലിന്നാസി യൗമൈനി ഫിൽ ഉസ്ബൂഇ ആഴ്ചയിൽ 2 ദിവസം ജനങ്ങൾക്ക് നിശ്ചയിക്കുകയും ചെയ്തു കൊടുത്തു, 2 ദിവസം മാത്രം. ഫറളിയത്ത് ബിദാലിക, അപ്പോൾ അവർ അതുകൊണ്ട് തൃപ്തിപ്പെടുകയും വഖാമ ബി മിസ്ര മിസ്രിൽ താമസിക്കുകയും ചെയ്തു, മിസ്രിൽ തന്നെ താമസിക്കുകയും ചെയ്തു. ഇനി ഗാന ഷാഫി, നാം നേരത്തെ പറഞ്ഞല്ലോ ഷാഫി ഇമാം അവരുടെ കാലക്കാരാന്ന് പറഞ്ഞത്. ഷാഫി ഇമാം ജനിച്ചത് 150, ഇവർ 145 അപ്പോൾ ഗാന ഷാഫി റഹിമഹുല്ല, ഷാഫി റഹിമഹുല്ല ആയിരുന്നു മുത്തറദ്ദിദൻ ഇലൈഹ, അവരുടെ അടുക്കലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടായിരുന്നു. യസ്അലു ദുആ ആവശ്യപ്പെട്ടുകൊണ്ട്. അപ്പോൾ ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി മഹദിയെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കാറുണ്ടായിരുന്നു. വകാന യുർസിലു ഇലൈഹ വാഹിദ മിൻ അസ്സാബിദ സാറ മരീദൻ ഹത്താ തദ്ഉ ലഹു, അദ്ദേഹം രോഗിയായാൽ ദുആ ചെയ്യാൻ തൻ്റെ അനുചരിൽ ഒരാളെ മഹദിയുടെ അടുത്തേക്ക് അയക്കുമായിരുന്നു. കാന യുർസിലു ഇലൈഹ വാഹിദ മിൻ അസ്വാബി, അദ്ദേഹത്തിൻ്റെ അസ്വാബികളിൽപ്പെട്ട ഒരാളെ അവരിലേക്ക് അയക്കും. ഇദാ സാറ മരീദൻ, അദ്ദേഹം രോഗിയായാൽ ഹത്താ തദ്ഉ ലഹു, അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫലമ്മാ കാന ഫി മറളി മൗത്തിഹി, അദ്ദേഹം മരണരോഗത്തിലായപ്പോൾ കാലത്ത് ആ മഹദി പറഞ്ഞു മത്തഅഹുല്ലാഹു ബിൻ നദിലില വജിഹിൽ കരീം, അള്ളാഹുവിൻ്റെ മഹത്തായ ദാത്തിലേക്ക്, അള്ളാഹുവിൻ്റെ ദാത്തിലേക്ക് നോക്കൽ, വജിഹിലേക്ക് നോക്കാനുള്ള അള്ളാഹു അദ്ദേഹത്തെ ആസ്വദിപ്പിക്കട്ടെ, മഹത്തായ ദാത്തിലേക്കുള്ള ദർശനം കൊണ്ട് അള്ളാഹു അദ്ദേഹത്തെ ആസ്വദിപ്പിക്കട്ടെ എന്ന് ദുആ ചെയ്തു. അപ്പോൾ ഫാലിമ, അപ്പോൾ അദ്ദേഹം അറിഞ്ഞു, ഷാഫി ഇമാമിന് മനസ്സിലായി, അന്നൽ മൗത്ത ഖരീബൻ, മരണം അടുത്തെന്ന്. അപ്പോൾ ഷാഫി ഇമാമിന് മനസ്സിലായി, അറിഞ്ഞു. അപ്പോൾ അംസൽ ഇമാമു മുത്തഹയ്യൻ, അപ്പോൾ എന്ത് ചെയ്തു, ഇമാമ് മുത്തഹയ്യനിൽ മൗത്തി, മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുകയും വംസ മൂസിയം ബി വസ്വായാഹു, അദ്ദേഹം അന്ത്യോപദേശങ്ങൾ കൊണ്ട് വസിയത്ത് ചെയ്യുകയും ചെയ്തു. കണ്ടാ, അപ്പോൾ കാനത്ത് നമ്മൾ പാഠത്തിൻ്റെ ഹെഡിങ്ങിലേക്ക് വരണം അല്ലേ. അപ്പോൾ കാനത്ത് കത് ഹഫറത്ത് ഖബറഹ ബി യദിഹ, അവരുടെ ഖബറിനെ അവരുടെ കൈകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, കുഴിച്ചിരുന്നു, ഖബർ കുഴിച്ചു. അണ്ട് ഫി ബൈത്തി, അവരുടെ വീട്ടിലാണ്. അണ്ട് കാനത്ത് ഉസല്ലി ബി കസീറൻ, ഒരുപാട് അതിൽ നിസ്കരിച്ചു. അതുപോലെ തന്നെ തഖറു ബി കസീറൻ, ധാരാളം ഖുർആൻ ഓതുകയും ചെയ്തു അതിൽ വെച്ച് തന്നെ. അങ്ങനെ ഹത്താ ഖതമത്ത് ഫിഹി, അങ്ങനെ അവരെ ഖബറിൽ വെച്ച് ഖത്തം ചെയ്തു. മിയാത്തം വ തിസീന ഖത്തമത്തൻ, 190 ഖത്തം ഓതി ആ ഖബറിൽ വെച്ചുകൊണ്ട്. വല്ലത്തി സയ്യത്തു മരീദത്തൻ ഫി റജബിൻ, റജബിൽ മഹദി രോഗിണിയായി. വസാറൽ മർന്ന് മുസ്തത്തൻ, അങ്ങനെ രോഗം ശക്തിയായി. ഫി റമദാനിൽ രോഗം കഠിനമായി. ഫഅമറഹൽ അതിബ്ബാഉ ബിൽ ഇഫ്താർ, അപ്പോൾ നോമ്പ് മുറിക്കാൻ ഡോക്ടർമാർ അവരോട് കൽപ്പിച്ചു. അപ്പോൾ കാലത്ത്, അപ്പോൾ അവർ പറഞ്ഞെന്താ, മുൻദു സലാസീന സന, 30 വർഷമായിട്ട് അസ്അലുല്ലാ, അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്നു, അൻ യതവഫാനി, അവനെന്നെ മരിപ്പിക്കാൻ, വാന സായിമത്ത്, ഞാൻ നോമ്പുകാരിയായിട്ട് മരിപ്പിക്കാൻ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. അതുകൊണ്ട് ഇപ്പം ആദല്ലാഹി അനുഫ്തിറ, അവൻ നോമ്പ് മുറിക്കലിനെ ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. അവരതിന് തയ്യാറായില്ല. അങ്ങനെ ഫഹീനഹത്തുളിറത്ത്, മരണം ഹാജരായപ്പോൾ ബദാത്ത് തഖ്റഉ, മഹദി ഓതാൻ ആരംഭിച്ചു. സൂറത്തുൽ അൻആം ഓതാൻ തുടങ്ങി. അങ്ങനെ ഫലമ്മ വസ്വലത്തില ഖൗലിഹി തആല ഖുലില്ലാഹ്, അങ്ങനെയാണ് ഖുലില്ലാഹു കതബല നഫ്സിർ റഹ്മ എന്ന ആയത്തെത്തിയപ്പോൾ ഫാലത്ത് റൂഹു അൽ കരീമ, മഹദിയുടെ ആത്മാവ് വിട്ടുപിരിഞ്ഞു. അപ്പോഴാണ് അവർ മരണപ്പെട്ടത്. ഈ ആയത്തോദ്യം ഖുലില്ലാഹു കതബല നഫ്സിർ റഹ്മ, അതിൻ്റെ അർത്ഥം അള്ളാഹു കാരുണ്യം അവൻ്റെ മേൽ നടപ്പാക്കിയിരിക്കുന്നു എന്ന അർത്ഥം വരുന്ന ആയത്ത് ഓതിയപ്പോൾ, അതെത്തിയപ്പോൾ അവരെന്ത് ചെയ്തു, മരണപ്പെട്ടു. വദാലിക സനത്ത 208, ഹിജ്റ 208 അത് ഹിജ്റ 208 അപ്പോൾ ഷാഫി ഇമാം അല്ലേ, ഷാഫി ഇമാം 200 എത്രയിലാ, ഇവർ തമ്മിൽ ചെറിയ വ്യത്യാസം. അപ്പോൾ ഹിജ്റ 208 ഇവരുടെ വഫാത്ത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.